രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും ഇതിൽ അമർഷമുണ്ടെങ്കിൽ പോലും അത് പറയാനോ അത് പറഞ്ഞ് നീതി വാങ്ങിക്കൊടുക്കാനോ കഴിയുന്നില്ല. ഇതാണ് കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നീതീകരണവുമില്ലാതെ ഏതൊക്കെയോ താല്പര്യത്തിനനുസൃതമായിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഭാരവാഹിത്വത്തിൽ ഇരുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൺമുമ്പിൽ ഇത് സംഭവിക്കുകയാണ്. പാർട്ടിക്കകത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം അതാണ്. അപ്പൊ ഇതൊരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിങ് ഉണ്ട്, ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥക്ക് അനുസൃതമായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിൽ സണ്ണിക്കുട്ടി അബ്രഹാം ആണല്ലോ ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മകഥ എഴുതിയതും അദ്ദേഹമാണ് കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, എനിക്ക് മുമ്പ് അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരത്തുള്ള JS അഖിലിന്റെ പേരാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഉമ്മൻചാണ്ടി സാറ് മുന്നോട്ട് വെച്ചത്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് VD സതീശന്റെ കൂടി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സൈക്കോപാത്തായിട്ടുള്ള, അന്ന് തന്നെ ഒരുപാട് പരാതികളുണ്ട്, അന്ന് തന്നെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച പരാതികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇയാളെ ഷാഫി പറമ്പിലിന്റെ താല്പര്യം അനുസരിച്ചിട്ട് ഇയാളെ പ്രസിഡന്റായി കൊണ്ടുവരുന്നു. ഉമ്മൻചാണ്ടി സാർ അതിന്റെ പേരിൽ രൂക്ഷമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ സണ്ണിക്കുട്ടി അബ്രഹാമിന് അറിയുന്ന കാര്യമാണ്, കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. അന്ന് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി. അത് കഴിഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ നിലനിൽക്കുമ്പോൾ അയാളെ പാലക്കാട് MLA ആക്കി. അപ്പോൾ യൂത്തിനെ ഏത് തരത്തിലും യൂത്തിൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നുകൊണ്ട്, അത് വയനാട് ഫണ്ട് തട്ടിപ്പാണെങ്കിലും കുഴപ്പമില്ല, സ്ത്രീ പീഡനമായാലും കുഴപ്പമില്ല, സ്ത്രീ പീഡകനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള, താര ടോജോ അലക്സ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കളെ പുലഭ്യം പറയാൻ വേണ്ടി ഇവരൊരു സംവിധാനം ഉപയോഗിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും അസാൻമാർഗിക പ്രവർത്തകരുടെ ഒരു കൂട്ടമായി, ഒരു കോക്കസായി ഈ KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിലും അതുപോലെ ഒരു ഗാങ്ങും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ്, ഇപ്പോൾ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമയത്ത് ഞാൻ കഴിഞ്ഞ കാല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ ഒരാൾ പോലും, എനിക്കൊന്ന് T സിദ്ദീഖ് മാത്രമാണ് എന്നാണ് എൻ്റെ ഓർമ്മ, T സിദ്ദീഖ് മാത്രമാണ് ജനീഷിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസിന് പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണല്ലോ, അവിടെ ഒരു അഭിനന്ദന പോസ്റ്റ് ഇടാൻ പോലും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച്, ഷാഫി പറമ്പിലിന് താല്പര്യമുള്ള ഒരു പ്രസിഡന്റ് വന്നിട്ടും എന്തുകൊണ്ടാണ് അഭിനന്ദന പോസ്റ്റ് ഇടാത്തതിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അയാൾ പ്രസിഡന്റ് ജനീഷ് ആവുന്നതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഏതാനും ചില ആളുകൾ 2-3 പേരുകൾ പറഞ്ഞിരുന്നു. ആ പേരുകൾ വയ്ക്കാത്തത് കൊണ്ടാണ് അയാൾ പോസ്റ്റ് ഇടാത്തത്. ബിനു ചുള്ളിയിലിനോട് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ആളാണ് എങ്കിൽ പോലും ഷാഫി പറമ്പിലിന് വ്യക്തിപരമായി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അയാളുടെ പേര് കൂടി വെക്കണം എന്നതുകൊണ്ടാണ് പോസ്റ്റ് ഇടാത്തത്. ഇതൊക്കെ കോൺഗ്രസിനകത്തുള്ള ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഇത്തരം ചില ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഈഗോയും കോംപ്ലക്സും വെച്ചുകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് VD സതീശൻ ആഗ്രഹിക്കുന്നു, എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നു, K സുധാകരൻ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല വിദേശത്ത് നടത്തി കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു, എന്നെ നിർബന്ധിച്ചാൽ ഞാൻ അതിനുവേണ്ടി വാശി പിടിക്കില്ല, പക്ഷേ എനിക്ക് അതിനുള്ള ക്ലെയിം ഉണ്ട് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷനോ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളോ ഒന്നും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ അടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കുമ്പോൾ അതിലൊന്ന് ഒരു സെക്കൻഡ് നിന്നാൽ ഒരു ഫോട്ടോ എടുക്കാം, അങ്ങനെ പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത ഈ ആളുകൾ, ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കാൻ പോലും ചേർന്ന് നിൽക്കാൻ പറ്റാത്ത ഇവരെ കൊണ്ട് ഈ നാട് ഭരിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ ഇവർ കരുതുന്നത്? ഇത്രയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഇവർക്ക് ഒരു സമരമോ ഒരു പ്രതിഷേധമോ നടത്താൻ കഴിയുന്നില്ല. ഇവരിപ്പോൾ ഒരു വിശ്വാസ
പിന്നെ സംരക്ഷ യാത്ര എന്ന് പറഞ്ഞിട്ട് യാത്ര നടത്തി. ആ യാത്രയുടെ ക്യാപ്റ്റൻ പോലും, വിശ്വാസ സംരക്ഷണ യാത്രയുടെ ക്യാപ്റ്റൻ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഈ പറയുന്ന KC വേണുഗോപാലിലും ഈ പറയുന്ന VD സതീശനിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പാതി വഴിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോയ കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടർ നടത്തുന്ന എന്തൊക്കെയോ തമാശ പരിപാടികൾ ജനങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.